ഒരു തകരുന്ന രാഷ്ട്രമാണെന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പരാമർശം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്തെ ഉദ്ദേശിച്ചാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ബീജിംഗ് സന്ദർശനത്തിന്റെ അവസാന ദിനങ്ങളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് ട്രംപ് നിർണായക പ്രതികരണം നടത്തിയത്. തന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ സുദീർഘമായ കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബൈഡൻ ഭരണകൂടത്തിന്റെ അതിർത്തി നയങ്ങളും തെറ്റായ സാമ്പത്തിക വ്യാപാര തീരുമാനങ്ങളും കാരണം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടുവെന്നും അതിനാൽ മുൻ ഭരണത്തെക്കുറിച്ചുള്ള ഷീ ജിൻപിങ്ങിന്റെ വിലയിരുത്തൽ 100% ശരിയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ തകരുന്ന രാഷ്ട്രം എന്ന പ്രയോഗം ഷീ ജിൻപിങ് പരസ്യമായി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പകരം വളർന്നുവരുന്ന ഒരു ശക്തിയും നിലവിലെ വൻ ശക്തിയും തമ്മിലുള്ള അനിവാര്യമായ യുദ്ധത്തെയും സംഘർഷത്തെയും സൂചിപ്പിക്കുന്ന സൂസിഡൈസ്ഡ് ട്രാപ്പ് എന്ന ചരിത്രപരമായ പ്രയോഗമാണ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് നടത്തിയത്. തന്റെ ഭരണത്തിന്റെ കഴിഞ്ഞ 16 മാസങ്ങൾക്കുള്ളിൽ അമേരിക്ക അവിശ്വസനീയമായ വളർച്ചയാണ് നേടിയതെന്ന് ട്രംപ് കുറിപ്പിൽ അവകാശപ്പെടുന്നു. റെക്കോർഡ് സൃഷ്ടിച്ച ഓഹരി വിപണി, മികച്ച തൊഴിലവസരങ്ങൾ, $18 ട്രില്യൺ വിദേശ നിക്ഷേപം, സൈനിക നേട്ടങ്ങൾ എന്നിവ അമേരിക്കയുടെ വൻ കുതിപ്പിന്റെ ലക്ഷണങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമേരിക്ക കൈവരിച്ച ഈ വൻ നേട്ടങ്ങളെ ഷീ ജിൻപിങ് അഭിനന്ദിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് വരച്ചുകാട്ടുന്ന ഈ ശുഭാപ്തി വിശ്വാസത്തിന് വിരുദ്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യഥാർത്ഥ നയതന്ത്ര ചിത്രം എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇറാൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കൂടുതൽ ഇടപെടണമെന്ന അമേരിക്കയുടെ ആവശ്യത്തോട് ചൈന ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കൂടാതെ മയക്കുമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മെക്സിക്കോയിലേക്ക് കടത്തുന്നത് തടയുന്നതിൽ ചൈന കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇതിനെല്ലാം പുറമെ തായ്വാൻ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്രപരമായി പരിഹരിച്ചില്ലെങ്കിൽ അത് ലോകത്തെ വൻ സംഘർഷങ്ങളിലേക്ക് നയിക്കുമെന്ന് ഷീ ജിൻപിങ് സ്വകാര്യ ചർച്ചകളിൽ ട്രംപിന് കർശന മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ബീജിംഗിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് വെള്ളിയാഴ്ച ഇരുവരും വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷമാകും ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങുക. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.